2,50,000 രൂപ മുതൽ നിങ്ങൾക്ക് ഇന്നോവ അവൈലബിൾ ആയിക്കൊണ്ട്, അതായത് 2,50,000 രൂപ മുതൽ ഏകദേശം ഒരു 10 ലക്ഷം രൂപ വരെയുള്ള വണ്ടികൾ നിലവിൽ ഇപ്പോൾ ഇവിടെയുണ്ട്. ഏകദേശം ഒരു 10-30 വണ്ടിയോളം സ്റ്റോക്കും ഉണ്ട്. അപ്പോൾ 2,50,000 രൂപയ്ക്ക് 2006 മോഡൽ രജിസ്ട്രേഷനുള്ള പേപ്പർ വാലിഡ് ഉള്ള വണ്ടി വില ഇതിന് പറയുള്ളൂ 4.25 ലക്ഷം രൂപ. 4,75,000 രൂപ ഫുൾ പേപ്പർ. 31 വരെ എന്ത് ചെയ്യണ്ട, ഒരു ഭാഗം ചിന്തിക്കണ്ട. 14 ഒറിജിനൽ ആണ്, G4 ആണ്, കേരളയാണ്. 8 രൂപ നമുക്ക് 1,000 രൂപയ്ക്ക് അടിച്ചു വിടാം. അടിപൊളി കിഡിലം പ്രൈസ് എന്ന് പറഞ്ഞാൽ ഹോൾസെയിൽ പ്രൈസ്. അതെ, അത്ര തന്നെ ഉള്ളൂ. ഇത് 90 വയസ്സായ ഒരു വല്യമ്മയാണ്. വല്യമാരെ നമ്മളെന്ത് ചെയ്തോളും, മേക്കപ്പ് ഒക്കെ ചെയ്ത് കാതിലൊക്കെ ചിറ്റൊക്കെ ഒരുങ്ങി. മോഡൽ 2006 വണ്ടി തന്നെയാണ്. 2006 തന്നെയാണ്. ടൈപ്പ് 4. രണ്ടും ഒരേ സാധനം. ഇതൊന്ന് മേക്കപ്പ് ഒക്കെ ചെയ്തൊന്ന് കുളൂസാക്കിയ വണ്ടിയാണ്. ഒരു ഇന്നോവ മേടിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോട് നടക്കുന്ന എല്ലാവരും ഇപ്രാവശ്യത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾ മിസ് ചെയ്യരുത്. പെരുന്നാളൊക്കെ ആയതുകൊണ്ട് നല്ല കിഡിലൻ ഓഫറിൽ വെറും 2,50,000 രൂപ മുതൽ നിങ്ങൾക്ക് ഇന്നോവ അവൈലബിൾ ആയിക്കൊണ്ട്, അതായത് 2,50,000 രൂപ മുതൽ ഏകദേശം ഒരു 10 ലക്ഷം രൂപ വരെയുള്ള വണ്ടികൾ നിലവിൽ ഇപ്പോൾ ഇവിടെയുണ്ട്. ഏകദേശം ഒരു 10-30 വണ്ടിയോളം സ്റ്റോക്കും ഉണ്ട്. ഇത്രയും ടൊയോട്ടയുടെ വണ്ടി സ്റ്റോക്കുള്ള ഒറ്റ ഷോറൂമേ നമ്മുടെ കേരളത്തിലുള്ളൂ. അത് നമ്മുടെ നൂർ മോട്ടോഴ്സാണ്. മലപ്പുറം ജില്ലയിൽ നമ്മുടെ കോഴിക്കോട് പാലക്കാട് നാഷണൽ ഹൈവേയിൽ മോങ്ങം വള്ളുവമ്പറത്തിൻ്റെ ഇടയിലായിട്ടാണ് എക്സാക്ട് ഇവരുടെ പുതിയ ഷോറൂമിൻ്റെ ലൊക്കേഷൻ വരുന്നത്. നമ്മുടെ പഴയ റെഡ് ബെല്ല് തന്നെയായിട്ട് ഒരു മാറ്റമില്ല. അപ്പോൾ എന്തായാലും ഈ കിടക്കുന്ന വണ്ടികൾ മുഴുവൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് എനിക്ക് തോന്നുന്നു നമ്മൾ ഇതുവരെ കാണിച്ചിട്ടുള്ള വീഡിയോകളിൽ ഏറ്റവും കുറഞ്ഞ പ്രൈസിലായിരിക്കും ഇപ്രാവശ്യം എനിക്ക് ഈ വീഡിയോയിലൊക്കെ തരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നൂറിൻ ഭായ്, അതെ, സ്വാഗതം. നമസ്കാരം. നമ്മളെല്ലാവരും സ്വാഗതം ചെയ്യാണ് റോഡ് മാസ്റ്ററിലേക്ക് സ്വാഗതം. അപ്പോൾ പെരുന്നാളാണ്, അതിന്റെ ഗംഭീര ഓഫർ ഉണ്ട്. ഗംഭീര ഓഫർ, വെടിക്കെട്ട് ഓഫർ എന്ന് തന്നെ പറയാം. ഓഫർ തന്നെയാണ്. പിന്നെ നമുക്കൊരു പുതുമയും നല്ല ഓഫറാണ്. നമ്മൾ പണ്ടേ അതങ്ങനെ കൊടുത്ത് പരിചയമുള്ളൂ. പിന്നെ ഈ ഒരു വീഡിയോന്റെ തൊട്ട് മുമ്പായിട്ട് നമ്മൾ ഇവിടെയുള്ള ഫോർച്യൂണറും ക്രിസ്റ്റയും എല്ലാം ഉൾക്കൊള്ളിച്ച ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ ഇന്നോവ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ മിസ് ചെയ്താൽ ഭയങ്കര അബദ്ധമായിരിക്കും അല്ലേ? 2.5 ലക്ഷം രൂപ തൊട്ട് ഒരു 10 ലക്ഷം രൂപ വരെയുള്ള ഇന്നോവകൾ എല്ലാ മോഡലും ഉണ്ട്. മുതൽ അതെ 2006 തൊട്ട്, അതെ 5-ലാണ് ഇന്നോവ ഇറങ്ങിയത്. 6 തൊട്ട് 16 വരെയുള്ള ഒരുവിധ ഇന്നോവകളൊക്കെ നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. തുടങ്ങി അന്ന് മുതൽ നിർത്തി അന്ന് വരെയുള്ള എല്ലാ വണ്ടികളും ഉണ്ട്, എല്ലാ വേരിയന്റും ഉണ്ട്. ഡീറ്റെയിൽസ് ഒന്ന് കാണിച്ചാൽ മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അത് മാത്രം നിങ്ങൾ അതാണ് വേണ്ടത്. മാക്സിമം ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് കമന്റ് ഒക്കെ ഇട്ട് ഞങ്ങളെപ്പോഴും കൂടണം. അതായത് കണ്ടമാനം പൊടി വണ്ടികൾ അങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്. ചെറുതും വലുതുമായിട്ട് എല്ലാ വണ്ടി ഉണ്ട്. അപ്പൊ അടിച്ചാണ് തീർക്കണം നമുക്ക് ഈ പെരുന്നാളോട് കൂടി. അതാണ്. അപ്പൊ എന്തായാലും ഇന്നോവ വേണ്ട ഒരു മിസ് ചെയ്യേണ്ട അത്യാവശ്യം ക്വാളിറ്റിയുള്ള അടിപൊളി വണ്ടികളാണ്. നമുക്ക് തുടങ്ങാം. ഇപ്പൊ ഇതിപ്പോ ഏതാ വണ്ടിയാണ് മോഡൽ? ഇത് 2006 മോഡലാണ് മോനെ. 2006 മോഡലാണ്. രജിസ്ട്രേഷൻ ആണ്. അതായത് ഇത് ഇറങ്ങിയ കാലത്ത് എന്താണോ കണ്ടീഷൻ അതുപോലെ തന്നെ. അല്ലല്ല, ഇത് ശരിക്ക് അന്ന് ടൈപ്പ് 1 ആണ് വരുന്നത്. ടൈപ്പ് 2ലേക്ക് ശരിക്കും മാറിയിരിക്കുന്നു. ഈ ഗ്രില്ലും ബമ്പറും ബമ്പറൊക്കെ മാറിയാൽ ഹെഡ്ലൈറ്റും ബോണറ്റും ഒന്നും മാറൂല. ചെറിയൊരു വ്യത്യാസം. അതെ അതെ. എന്തായാലും വലിയ ഹൈ ക്വാളിറ്റി വണ്ടി ഒന്നും അല്ല. ഇതെന്താ പറയുക, ഈ വണ്ടിയൊക്കെ എടുക്കാൻ വരുന്നോ, ഇത് താജ്മഹലിൽ വാങ്ങാന്നുള്ള ഒരു ഉദ്ദേശത്തിൽ 2.5 ലക്ഷം രൂപ ഇന്നോവ എടുക്കാൻ വരാം. ഓനെ സംബന്ധിച്ചിടത്തോളം ഓന്റെ 2.5 ലക്ഷം രൂപ ഓനൊരു താജ്മഹലിൽ വാങ്ങാനാ വരുന്നത്. അതിനൊന്നും ഒരു കുഴപ്പമില്ല. അല്ലല്ല, ഇതൊക്കെ എന്താ പറയുക, താനേക്ക് മുന്തിയത് ഒരു മിഡിൽ ക്ലാസ് നമ്മൾ പറയാൻ പറ്റുള്ളൂ. താനേക്ക് മുന്തിയ വണ്ടി ഒരു മിഡിൽ ക്ലാസ് ആക്കിയിട്ട് കൂട്ടിയാൽ മതി. നമ്മളെന്താ പറയുക, ഒരു സംഭവമാണെന്നൊന്നും പറഞ്ഞാണ്ട് എന്ത് ചെയ്യണ്ട, അല്ല അത്രേ ഉള്ളൂ. മറ്റെന്താ ഇത് ഞാൻ എന്നോട് എന്താ പറഞ്ഞാൽ, ഒരു 40 ഉറുപ്പ്യന്റെ മാരുതി കാർ വാങ്ങാൻ പറ്റുന്ന ഓന്റെ ഒരു ആഗ്രഹത്തിന്റെ പുറത്തായി മുതലെടുക്കാൻ പറ്റും. 5-8 ആൾക്കാർ യാത്ര ചെയ്യണമെന്ന് വെച്ചാൽ പെരുന്നാൾക്ക് ഒരു മുതലെടുത്താണ് വയനാട്ടിൽ എന്റെ നാട്ടിലേക്ക് ടൂർ പോകാനേക്കാർ ഇത് വരിക. ചുരത്തുമ്പോ നിന്നാണ്ട് പണ്ടാറടങ്ങാന്ന് നാളെ പറയാൻ പാടില്ല. നിലവിൽ ഈ വണ്ടി ഇവിടെ കറക്റ്റ് ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി, ഒരു കുഴപ്പമില്ല. നല്ല റീവണ്ടി ആയതാണ്. അതെ 27 വരെ പേപ്പറും ഉണ്ട്. അതായത് അതേ പറഞ്ഞത്, ഒരു 40 രൂപ കൊടുക്കുകയാണെങ്കിൽ ടൈപ്പ് 4 ആക്കാം, ഒന്ന് പോളിഷും ചെയ്താൽ അത്ര തന്നെ ഉള്ളൂ. അപ്പൊ 2.5 ലക്ഷം രൂപയ്ക്ക് 2006 മോഡൽ രജിസ്ട്രേഷനുള്ള പേപ്പർ വാലിഡ് ഉള്ള വണ്ടി. കിലോമീറ്റർ ഒന്നും പറയണ്ട. മേജർ ആക്സിഡന്റ് അങ്ങനത്തെ ഒരു കേസില്ല. എണ്ണടിക്ക ഓടുക. പിന്നെ പോലെ കൊണ്ടുപോയിട്ട് ഒരു വർഷാപ്പിൽ കാറിന് ഏത് വർഷാപ്പ് കൊണ്ടുപോയിട്ട് ഒരു ഇഞ്ചിനും ഗിയർ ബോക്സും കംപ്ലൈന്റ് അങ്ങോട്ട് കൊണ്ടുവന്നു. ഇതിനു വേണ്ടി വിളിക്കുന്നവർ മെയിൻ ചോദിക്കുന്ന ഒരു ചോദ്യം, ലോൺ കിട്ടും? ലോണൊന്നും കിട്ടൂല. ഇതിനൊക്കെ ലോൺ കടിച്ച നായിക്കത്തിന് അങ്ങനെ തൊള്ളിപ്പല്ല. ഇതിന് ഞാൻ ലോൺ വേണം. 2.5 ലക്ഷം രൂപന്റെ വണ്ടിക്ക് ലോണും തിരഞ്ഞെടുക്കുക. ആണ് കൊണ്ടുപോകല്ലാതെ ഈ 2.5 ലക്ഷം രൂപ കയ്യിലില്ലാത്ത അങ്ങനെയല്ല. ഇല്ലാത്തവനെ നമ്മളെന്താ നമ്മൾ ഒരിക്കലും പറയില്ല. ഇനിയിപ്പോ എന്താ നമ്മള് ഉണ്ടാവട്ടെ. ഞാൻ പറയുമ്പോ ഒരു 10-ന് ശേഷമുള്ള വണ്ടിക്ക് മിനിമം 10-ന് ശേഷമുള്ള വണ്ടിക്ക് ലോൺ കിട്ടുള്ളൂ. അപ്പൊ ഇത് ഏതാ മോഡൽ? 10-ന് ശേഷം. ഇത് 10-ന് ശേഷമുള്ള മോനെ. ഇത് കണ്ടാൽ അങ്ങനെ തോന്നും. ഇത് 90 വയസ്സായ ഒരു വല്യമ്മയാണ്. വല്യമാരെ നമ്മളെന്ത് ചെയ്തോളും, മേക്കപ്പ് ഒക്കെ ചെയ്ത് കാതിലൊക്കെ ചിറ്റൊക്കെ ഇട്ടാൽ ഒരുങ്ങി. മോഡൽ 2006 വണ്ടി തന്നെയാണ്. 2006 തന്നെയാണ്. ടൈപ്പ് 4. രണ്ടും ഒരേ സാധനം.
പറഞ്ഞില്ല ഇതൊന്ന് മേക്കപ്പ് ഒക്കെ ചെയ്തൊന്ന് കുളൂസാക്കിയ വണ്ടിയാണ്. ഇതിപ്പോ ഒന്ന് പോളിഷും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഒരു 15 ആരെങ്കിലും അതും അങ്ങനൊന്നും നമ്മൾ പറയില്ല. നമ്മൾ അപ്പോഴും പറയും എന്താ പറയുക, ഇടത്തരക്കാരനാണ് മിഡിൽ ക്ലാസ് ആണെന്ന് പറഞ്ഞു കൊടുത്തത് 2006 കാലപ്പഴക്കത്തിന്റേതായിട്ടുള്ള ഒരു കുറവുകൾ എന്തായാലും ഉണ്ടാവും. അല്ല അത് ഞാൻ പറഞ്ഞത് കാണുമ്പോ എല്ലാം ഒന്നല്ലേ. അല്ല അങ്ങനെയല്ല മോനെ, 967 പിന്നെ തോക്കൊക്കെ ഇഷ്ടംപോലെ ഇപ്പോഴും മലപ്പുറം MSP-ലൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ മൂലൊക്കെ കുത്തിച്ചാരി വെക്കാൻ 67 തോക്കൊക്കെ പറ്റുള്ളൂ. ഇപ്പൊ പുതിയ പുതിയ ചെറിയ ഈ വലിപ്പമുള്ള സാധനങ്ങളാണല്ലോ ഇറങ്ങിയത്. അപ്പൊ എന്ന രീതിയിൽ നമ്മൾ ഇതിനെ കണക്കൂട്ടണം എന്നല്ല പറഞ്ഞത്. ഇത് ഓൾഡ് ഈസ് ഗോൾഡ് ആണ്. അല്ല 2006 വണ്ടി എന്ന് പറയുമ്പോൾ അതിന്റേതായിട്ടുള്ള ഒരു കാറ്റഗറി കൂട്ടിയാൽ മതി. അങ്ങനെ പറയുള്ളൂ. അങ്ങനെ മാത്രം പറഞ്ഞാൽ മതി. എന്താ പറയുക, വരുന്നവരോട് നമ്മൾ പറയാണ് ഒരു ആവറേജ് മിഡിൽ ക്ലാസ് എന്ന് വീണ്ടും വീണ്ടും ഞാൻ പറയും. മേജർ ആക്സിഡന്റ് സ്ട്രക്ചറൽ ഡാമേജ് ഒന്നും അതൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുവന്നോട്ടെ. 2 ദിവസം ഇതിനൊക്കെ ചെക്കിങ്ങിന് നമ്മൾ ടൈം കൊടുക്കും. 2 ദിവസം ഉപയോഗിച്ചിട്ട് മേജർ ഡാമേജ് ഉണ്ടെങ്കിൽ എടുക്കുക, ഒരു 200 കിലോമീറ്റർ നിർത്താണ്ട് ഓടിക്കുക. പറയാനുള്ളൂ, വേറെ ഒന്നും ആലോചിക്കണ്ട. ഇത് നമ്മൾ 2.25 ആണ്. 2.60 ഇതൊക്കെ ഫൈനൽ. ഇതൊക്കെ ഫിക്സഡ് പ്രൈസ് ആട്ടോ. ഇതൊന്നും ലാഭക്കച്ചവടം അല്ല ഈ ചെയ്യണ കച്ചവടം. അങ്ങനെയാണല്ലോ. 2,50,000 രൂപ അതും 2,60,000. ഇതൊക്കെ എന്താ എക്സ്ചേഞ്ചിന് എടുക്കുന്ന വണ്ടികളാണ്. ഞാൻ ഈ മോഡൽ പറഞ്ഞ വണ്ടി എടുക്കില്ല, എനിക്കറിയില്ല. ഇത് നല്ല വണ്ടിയാണല്ലോ. ഇത് 2012 വണ്ടിയാ. 12 ആണ്. നല്ല അടിപൊളി ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരുവിധം എല്ലാ വണ്ടിയിലും ആൻഡ്രോയിഡ് ആയില്ലേ. ആൻഡ്രോയിഡ് ഇതൊക്കെ ചെറിയ പൈസയല്ലേ ഉള്ളൂ. 3000-നും 5000-നും കിട്ടൂല. വെറുതെ അങ്ങനെ കൊച്ചാക്കൊന്നും വേണ്ട. ഒരു സ്റ്റീരിയോയ്ക്ക് 3000 രൂപയ്ക്ക് നമുക്ക് സ്റ്റീരിയോ 3000-നല്ല 1500-നും കിട്ടും. പക്ഷെ നമ്മൾ വെക്കണേ അത് ആൻഡ്രോയിഡ് കിട്ടും. സാധനം കിട്ടും. അത് കിട്ടും. ഇല്ലാന്നൊന്നും ഞാൻ 12 മോഡൽ ആണെങ്കിലും ടൈപ്പ് 4 ആക്കിയതാണ്. 12 ടൈപ്പ് 4 ആണ്. 6 ലക്ഷം റുപ്യ IDV ഇൻഷൂർ ഉണ്ട്. 4 ടയർ പുതിയതുണ്ട്. ഓണർ 5 ആയിക്കണ്. 5 ഓണർ ആയിക്കണം. ഓണർ എനിക്ക് എത്ര ലോൺ വേണ്ട വെച്ചതിന് ലോൺ ഞാൻ തരാം. ഇതിപ്പോ വണ്ടിക്ക് എത്ര വില? ഇത് നമ്മൾ ഒറ്റ വില പറയുള്ളൂ. 4.25 റുപ്യ. 4.25. ABS എയർബാഗ് ഒക്കെ വരുന്ന വണ്ടിയാട്ടോ 2012. എന്ത് കുറയുന്ന ചങ്ങായി, എവിടുന്ന് അതൊക്കെ കിട്ടണേ? അതായത് 4.25 എന്ന് പറഞ്ഞാൽ 12 വണ്ടി ഈ വണ്ടിനെ അപേക്ഷിച്ച് നല്ല പ്രൈസ് അല്ലേ? ഏറ്റവും കുറഞ്ഞ വിലയാണ്. 6 റുപ്യ കുറച്ചൊന്നും വണ്ടി ഇപ്പൊ 4. ഇതിപ്പോ നമ്മൾ അങ്ങനെ കൊടുക്കാന്നുള്ളൂ. അതെ, ആവശ്യക്കാരുണ്ടെങ്കിൽ നിങ്ങൾ വന്നോളി. 4 റുപ്യ വരെ ഇതിന് ലോണും കിട്ടും. അപ്പൊ 75 റുപ്യ ഉണ്ടെങ്കിൽ സംഗതി എന്ത് ചെയ്യാ? ഇതാണെങ്കിലോ ഇത് 2011 ആണ് വണ്ടി. 12 അടിപൊളി പതിനാണല്ലോ. അതിന് അങ്ങനെയല്ല, ഇതിന് വേറെ ഹൈലൈറ്റും കൂടി ഉണ്ട്. ഇതിപ്പോ ഇങ്ങനെ പിന്നെ ഒരുങ്ങി നിൽക്കുകയാണ്. അതായത് 2031 വരെ പേപ്പറിലാണ് ഈ കച്ചവടം. 2012 വണ്ടി ശരിക്കും 27 പേപ്പർ വരും. ഇത് പഴയ മോഡൽ വണ്ടിയാണ്. അതിന്റെ സ്റ്റിയറിംഗ് കണ്ടാൽ മാത്രം മനസ്സിലാവും. അതെ, അത് തന്നെ അതിന്റെ സംഭവം. പക്ഷെ വണ്ടി നല്ല നീറ്റ് കേട്ടോ. ഇതിപ്പോ പേപ്പർ എടുത്തു 31 വരെ ഫുൾ പേപ്പർ വാലിഡ്. അത് അതിന്റെ കച്ചവടം. പുതിയ ടാക്സ്, പുതിയ ഇൻഷൂർ, പുതിയ റിന്യൂവൽ, ഫുള്ള് പേപ്പർ പുതിയത്. എന്താ വില? ഒറ്റ വില ഇതിന് പറയുള്ളൂ 4.25 ലക്ഷം റുപ്യ. 4,75,000 രൂപ ഫുൾ പേപ്പർ. 31 വരെ എന്ത് ചെയ്യണ്ട, ഓലി ഭാഗം ചിന്തിക്കണ്ട. എണ്ണ അടിക്കുക, ഓടുക. പിന്നെതാ അടുത്തത് ഇതും 2012 വണ്ടി. ABS എയർബാഗ് ഒക്കെ വരുന്ന G4. ABS എയർബാഗ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയാൻ കാരണം എന്താ വെച്ചാൽ 12 തൊട്ട് അത് തുടങ്ങണത്. ഇതുള്ളതുണ്ട് ഇല്ലാത്തതുണ്ട് വണ്ടി. ഇന്ത്യയിലൊക്കെ നോക്കിയാൽ സീറ്റൊക്കെ അടിപൊളി കണ്ടീഷൻ ഉണ്ട്. ഇതാ സ്റ്റിയറിംഗ് ഒക്കെ മാറിയത് കൊണ്ട് തന്നെ നല്ല വൃത്തിയുണ്ട്. മാറിയതാണ്. അത് കമ്പനി വരുന്ന കൺട്രോൾ ഒക്കെ വരണമെങ്കിൽ വേണ്ടടാ. G4 കൺട്രോൾ ഒന്നും വരൂല. ശരി, ഇതൊക്കെ ഞാൻ കാണിച്ചു കേട്ടെ. ഇപ്പൊ എല്ലാം ഏകദേശം എന്ത് കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവും? ഏകദേശം ഒരു ഇതിന് കിലോമീറ്റർ ഒന്നും നോക്കണ്ട. ഈ സാധനം എന്താ ക്ഷീണിക്കാത്തൊരു മുതലാ. 2-3 ഓടി ഉണ്ടാവും. 2-3 ഓടിയാലും ക്ഷീണിക്കില്ല. ഈ കുതിര എപ്പോഴൊക്കെ എടുക്കല എനിക്കറിയോ? എപ്പോഴൊക്കെ എടുക്കല് അവസാന ഘട്ടത്തിലെ കുതിര കെടുക്കുള്ളൂ. കിടന്നാ പിന്നെ കുതിര നീക്കൂല. എനിക്കറിയാം. ആ ഒരു സിസ്റ്റർ ഉണ്ട്. ഞാൻ അമ്മനോട് അച്ഛനോടൊക്കെ ചോദിച്ചാൽ പ്രായമുള്ളവർക്ക് അത് അറിയുള്ളൂ. സത്യം, കുതിര ഒരിക്കലും ജീവിതത്തിൽ കെടുക്കൂല. കിടന്നാ കുതിര നീക്കൂല. എന്നാ മറ്റേ ടയോട്ടന്റെ വണ്ടി. ടയോട്ടന്റെ വണ്ടി കിടന്നാ പിന്നെ നോക്കണ്ട വെച്ചാൽ മതി. അങ്ങനെ ഓടും. ഏത് സക്കറാത്തിന്റെ എല്ലാവരും ഓടിക്കൊണ്ടിരിക്കും. അതായത് എല്ലാ 10ലും സർവീസ് ചെയ്യുക. 10 സർവീസ് തന്നെ. ഈ എന്തായാലും നമ്മൾ മെയിൻ്റെ എന്തായാലും ചെയ്യണല്ലോ വണ്ടി. ഓയിൽ ഫിൽറ്റർ കാര്യങ്ങളൊക്കെ എല്ലാ 10 അവിടുന്ന് ചെയ്ത് കൊടുക്കാം. അത് ചെയ്ത് കൊടുത്താൽ അതന്നെയാണല്ലോ സർവീസ്. ചെറിയ വിലക്കൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ചെറിയ തട്ടുമുട്ട് പണിയൊക്കെ അതൊക്കെ എന്തായാലും ഉണ്ടാവും. ഇതിനെന്താ അമ്മായിമ്മ പോര് കാട്ടിന്റെ അടുത്തേക്ക് വരരുത്. അത്രേ പറയാനുള്ളൂ. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല. നമ്മൾ ഈ കാണിക്കുന്ന വണ്ടികളൊക്കെ 5 ലക്ഷം റുപ്യ 2 ദിവസം ചെക്കിമാറിന് എന്തായാലും കൊടുക്കും. അതൊക്കെ ഏത് വണ്ടി എടുത്താലും കൊടുക്കും. പൈസ എന്താ മരത്തുമെന്ന് കുലുക്കി ചടിച്ചാൽ കിട്ടുക. എല്ലാ മനുഷ്യന്മാരും കഷ്ടപ്പെട്ട് വേർപ്പിന്റെ അധ്വാനത്തിന്റെ ഫലക്കാർ ഓരോ വണ്ടി നമ്മൾ കൊടുക്കുക. അതൊക്കെ ശരിയാണ്. ഇത് 2013 വണ്ടിയാ. 13 വി അല്ല, ഇത് വി ആക്കിയ വണ്ടിയുള്ളൂ. വീലും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചാണ്. ഇതിന്റെയൊക്കെ ഇന്റീരിയർ അത്യാവശ്യം നല്ല നീറ്റാണ്. എല്ലാ വണ്ടിയും ഞാൻ പറഞ്ഞു ഒന്ന് മമ്മൂട്ടിയാണെങ്കിൽ, ഒന്ന് മോഹൻലാലാണ്, ഒന്ന് സുരേഷ് ഗോപിയാണ്. ഇങ്ങനെ മാറ്റങ്ങളൊന്നുമില്ല. ഒക്കെ ഒരേ കാറ്റഗറിയുള്ള ആൾക്കാരാ. അപ്പൊ ഇതിലെന്താ ഒക്കെ നമ്മൾ അങ്ങനെ ആക്കി വെച്ചാലേ വണ്ടി കൊടുക്കാൻ കഴിയുള്ളൂ. പിന്നെ ഇത് 13 പറഞ്ഞു. പറഞ്ഞ പോലെ 2 കോടി ഉണ്ടാവും. 2-3 കോടി എന്നാണ് പറഞ്ഞ ആളെ. ശരി, എന്താ വില? ഇത് നമ്മൾ ഒറ്റ വില ഇതിനും പറയുള്ളൂ 5,50,000 റുപ്യ. 7 ലക്ഷം റുപ്യ IDV പുതിയ ഫസ്റ്റ് ക്ലാസ്. എനിക്ക് തോന്നുന്നു പലരും 13 വണ്ടിയൊക്കെ NOC വിൽക്കുന്ന വിലയാണ്. ഇത് ഫുള്ള് ഒറ്റ വണ്ടി NOC അല്ല. KL 1 തൊട്ട് KL 86 വരെയുള്ള എല്ലാ രജിസ്ട്രേഷനിലുള്ള വണ്ടി നമ്മൾ എടുത്തുണ്ടോ? 86 രജിസ്ട്രേഷൻ ഉണ്ട് മോനെ. അതാ ഞാൻ പറഞ്ഞത്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 86 വരെ ഉണ്ട് KL 1 തൊട്ട്. ഞാൻ ചുമ്മാ പറഞ്ഞത്. അല്ല, ഈ വണ്ടി ഒക്കെ KL ആയ വണ്ടിന്റെ കച്ചവടം. കേരള വണ്ടി മാത്രമേ. 5,00,000
5,50,000 രൂപയ്ക്ക് 2013 വണ്ടി അല്ലേ? ഇതൊക്കെ ഇനി വേറെ തന്നെ ഇടാം, നമ്മളത് വീഡിയോയിൽ അതും കൂടി പറയട്ടെ. ഇതൊക്കെ പെരുന്നാൾ കഴിഞ്ഞ വില കൂട്ടി ചോദിച്ചിട്ടുണ്ട് ഞാൻ. ഇപ്പൊ പെരുന്നാൾ വരെയുള്ള ഓഫറാണ്. ആദ്യം നമ്മൾ പറയാം ഇതൊക്കെ അങ്ങനത്തെ കച്ചവടം ചെയ്യുന്നോണ്ട് അങ്ങനെ പറഞ്ഞത്. പിന്നെ നിങ്ങൾ ആ വീഡിയോയിൽ അങ്ങനെ പറഞ്ഞില്ലേ? വീഡിയോ കാണാണ്ട് വരുന്നവരോട് മാത്രമേ അപ്പൊ പരിപാടിക്ക് നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് എപ്പോഴല്ല അങ്ങനെയല്ല മോനെ, ഇതൊക്കെ കൊടുത്തു വിടുകയാണ്. നമ്മളെന്താ പറയാ പെരുന്നാൾ വരെ എന്നുള്ള ഒരു ആവേശത്തിന്റെ പുറത്തുള്ള സംഗതിയാണ് ഇപ്പൊ ഈ ചെയ്തത്. എന്തായാലും നല്ല പ്രൈസ് ആണ്. അതൊക്കെ നിങ്ങൾ ധൈര്യമായിട്ട് എടുത്തു, ഒരു ഉപയോഗിക്കാൻ അടിപൊളി വണ്ടി. ഇതാണെങ്കിലും 2014 കേരള വണ്ടിയാ. 14 കേരള ഒരു സ്റ്റിക്കറിംഗ് ഒക്കെ സെപ്പറേറ്റ് അല്ലേ? അതുണ്ട്, ബോഡി സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി. പിന്നെ ഇതിന്റെ ഇന്റീരിയർ നോക്കിയാൽ നിങ്ങൾ സീറ്റ് അവർക്ക് ഏതാ സീറ്റ് അവർ അറിയോ? അത്ര നീറ്റാണ്. പക്ഷെ ആൻഡ്രോയിഡ് വെച്ചിട്ടില്ല എന്നുള്ള അത് നമുക്ക് വെച്ച് കൊടുക്കാം. വരുന്ന ആൾക്കാർക്ക് ഈ വണ്ടിയിൽ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കാം. ഹോൾസെയിൽ വിലക്ക് നമ്മൾ ചെയ്തു കൊടുക്കും. ശരി, ഇതിപ്പോ മോഡൽ ഏതാ പറഞ്ഞെങ്കിൽ 14 കേരള വണ്ടി. 14 ആണല്ലേ? 14 മോഡൽ അല്ലേ? ഉണ്ട്. ഓക്കെ, ഇത് പിന്നെ ഈ പറഞ്ഞ പോലെ കിലോമീറ്റർ ഒക്കെ ചെക്ക് ചെയ്തോളാം. ഇത് കറക്റ്റ് കിലോമീറ്റർ സർവീസ് ഉള്ള വണ്ടി. 2,20,000 കിലോമീറ്റർ ജെന്യുവിൻ. മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് മെയിൻ ക്ലാസ് അടക്കം ഗ്യാരണ്ടി ഒക്കെ ഗ്യാരണ്ടിയാ. വിലയോ? വില 8 രൂപയാണ്. കേരള വണ്ടിയാണ്. 14 ഒറിജിനൽ ആണ്, G4 ആണ്, കേരളയാണ്. 8 രൂപയാണ്. നമുക്ക് 1,000 രൂപയ്ക്ക് അടിച്ചു വിടാം. അടിപൊളി കിഡിലം പ്രൈസ് ഹോൾസെയിൽ പ്രൈസ്. അതെ, അത്ര തന്നെ ഉള്ളൂ. ഇനി ഇതോ? ഇത് 2015 G4 തന്നെ. 15 G4 അല്ലേ? ഇതും ഈ പറഞ്ഞ പോലെ തന്നെ ഒന്ന് പോളിഷ് ഒക്കെ ചെയ്യാണ്ട് ചെയ്ത് കൊടുക്കും. പോളീസും പിന്നെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ ചെയ്തു കൊടുക്കും. ഇന്ത്യയുടെ അടിപൊളിയാട്ടോ, ഒരു കുറ്റമില്ല. പിന്നെ എല്ലാത്തിന്റെ ബാക്ക് ഞാൻ ഒരുമിച്ച് ഒന്ന് കാണിച്ചു തരാം. പിന്നെ 15 വണ്ടി ഈ പറഞ്ഞ പോലെ ചെയ്തിട്ടുണ്ട്. ഇത് അഡീഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് പറഞ്ഞില്ലേ, പിന്നെ GR-ന്റെ ഗ്രില്ല്, ആൻഡ്രോയിഡും, സീറ്റ് കവറും, ബോഡി സ്റ്റിക്കറും, ഡോർ ബീഡിങ്ങും, ഡോർ വൈസറും അങ്ങനെ ചെയ്ത് വരുമ്പോൾ ഒരുപാട് സംഗതി ഉണ്ടല്ലോ. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ നിന്റെ ചെല്ല് വരും. അതൊരു നമ്മൾ വണ്ടിമ കയറ്റി വരുമ്പോൾ 50,000 രൂപ ചെറിയ സാധനങ്ങൾക്ക് തന്നെ വരും. വിലയോ? വില നമുക്ക് 8,000 രൂപയ്ക്ക് കൊടുക്കാം. 15 വണ്ടി. 15 വണ്ടി 8 രൂപ കൊടുക്കും. അത് കൊടുത്ത് വിടുന്നല്ല. അപ്പൊ അത് കാട്ടണേ. അതായത് ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ശരിക്കും പറഞ്ഞാൽ ഒരു 9-9 ചോദിക്കുന്ന വണ്ടിയാണ്. അതൊക്കെ ചോദിച്ച പോലെ ഉണ്ട്. ഇതിപ്പോ എന്താ പറയാ, എനിക്കറിയാലോ, നമുക്ക് ലാഭം എത്രയും കൂട്ടി വാങ്ങാൻ എത്രയും കുറച്ചും വെക്കുക. അത് കച്ചവടം. അങ്ങനെ ഉണ്ടല്ലോ. ഈ കച്ചവടത്തിൽ ഈ വണ്ടി ഇപ്പൊ നമ്മളൊരു 10 വിറ്റ് കഴിഞ്ഞാൽ ഓല കെയർ ഓഫിൽ അടുത്ത 5 കച്ചവടം വേറെ കിട്ടും. അത് കിട്ടും. അങ്ങനെ ഉണ്ടല്ലോ. ഇപ്പൊ ഒരു വണ്ടി എടുത്താൽ എന്റെ അളയമാന്റെ കുട്ടി, അമ്മായിന്റെ കുട്ടി, അമ്മോന്റെ കുട്ടി പറഞ്ഞാൽ ഒരുപാട് കുട്ടികൾ വരാണ്ട്. നിങ്ങൾ എവിടുന്ന ഈ വണ്ടി വാങ്ങിയ? മലപ്പുറത്തുനിന്ന്. ഇവിടുന്ന് 100 മോട്ടോഴ്സ്. എങ്ങനെയുണ്ട്? നല്ലതാ, ഉസാറാട്ടോ. വിലയും കുറവാട്ടോ. വണ്ടി ടോപ്പാട്ടോ പറഞ്ഞാൽ അടുത്തൊരു കച്ചവടം ഇങ്ങോട്ട് വരും. അതാണ് ശരിക്കും ആ ഒരു പബ്ലിസിറ്റിയാണ് കിട്ടേണ്ടത്. അതുകൊണ്ടേ കാര്യമുള്ളൂ. അല്ല എന്താ അതുകൊണ്ട് കാര്യം? ഇതിപ്പോ നമ്മള് മോഡൽ ഏതായിരുന്നു പറഞ്ഞത്? ഇത് 12V ആണ്. 12V അല്ലേ? അടിപൊളി കേട്ടോ, നല്ല വൃത്തിയുണ്ട്. സിൽവർ ആണ്. ഈ പറഞ്ഞ പോലെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. മേജർ ആയിട്ടൊന്നും പറയണ്ട. നമ്മൾ 12V വണ്ടിയാണ്. 8 രൂപ നമുക്ക് കൊടുക്കാം. ഒറിജിനൽ കേരള 12V ഒറിജിനൽ കേരള 8 ലക്ഷം രൂപ. അടിപൊളി. അതുപോലെ തന്നെ ഇതാണെങ്കിലോ? ഇതൊക്കെ നമ്മൾ ആളുകൾ കാണട്ടെ. വേറെയൊക്കെ ഷോറൂമിൽ 10 ലക്ഷം 9 ലക്ഷം ഒക്കെ ചോദിച്ചു. അതെ. അപ്പൊ നമുക്ക് വേമേം പറഞ്ഞു. അതെ, ഇത് 2012 റീ വണ്ടി. 12V ആണ്. റീ ആണ്. ശരി, ഇതാണെങ്കിലോ? ഇത് നമുക്ക് ഇതിനൊക്കെ ഒരു ചൊറുക്ക് കണ്ടാളോ? ചോദിക്കും എന്തോ ഒരു ചൊറുക്കാരേജ്. അതൊന്നും നമ്മളെ വണ്ടിനെ നമ്മൾ വർണ്ണിച്ചിട്ട് കാര്യമില്ല. എന്തായാലും നമുക്ക് കൊടുക്കണ വില 6.25 രൂപ. 12V വണ്ടി. 12V ആണ്. പുതിയ ഫസ്റ്റ് ക്ലാസ് ഇൻഷുർ എടുത്ത് 6.25 ഞാൻ കൊടുക്കും. 6,75,000. 6.5 രൂപയ്ക്കാണ് കൊടുക്കുക. അതാണ്. ഇതൊക്കെ പെരുന്നാൾ വരെ കൊടുത്തു വിടുക. ഒരു സംഗതി ഇവിടെ വെച്ചുകൊണ്ട് നിന്നിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ ഇവിടെ ഒരു നല്ലൊരു സിൽക്കി ഗോൾഡ് കിടക്കുന്നുണ്ട്. 2012 ആണ്. ഇത് V തന്നെയാ? 12 ആണ്. V ആണ്. അത്യാവശ്യം അലവില് കാര്യങ്ങളെല്ലാം ഉണ്ട്. നല്ല നീറ്റാട്ടോ. അതിപ്പോ ഇങ്ങനെ ABS, എയർ ബാഗ്, അലവില്, ഡീഫോഗർ, കമ്പനി സ്റ്റീരിയോ, ഒരുപാട് സംഗതി. ഇപ്രാവശ്യം 12 മോഡൽ കുറെ കണ്ടമാനം വണ്ടി. ഒരു 5-6 രൂപയുടെ ഉള്ളിൽ സാധാരണക്കാരന്റെ ഒരു ഇടത്തരക്കാരന്റെ വണ്ടി ഇഷ്ടംപോലെ നമ്മളെ സാധാരണ എല്ലായിടത്തും കാണാത്തൊരു സെഗ്മെന്റ്. സാധാരണ എല്ലായിടത്തും മോഡൽ കൂടിയ വണ്ടി ഉണ്ടാകുക. നമ്മളിപ്പോ മോഡൽ കുറഞ്ഞ വണ്ടി എമ്പാടും ഉണ്ട്. 12 എന്ത് വിലക്ക് കൊടുക്കും? ഒറ്റ വില ഇതിന് നമ്മൾ പറയുള്ളൂ. രണ്ടാമത്തെ ഒരു വില ഇതിനില്ല. അങ്ങനെ ഉണ്ടല്ലോ. അല്ല, ഇതിന് അങ്ങനെ എന്താ വെച്ചാൽ ഇതിന്റെ ഒരു പൾസ് തന്നെ. അതൊക്കെ അങ്ങനെ നമ്മൾ പറയുമ്പോൾ എന്താ പറയുക, ആളുകൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കട്ടെ. വേറൊരു കേസ് ഉണ്ട് കേട്ടോ. ഒറ്റ വില പറയുകയാണെങ്കിൽ പിന്നെ ബാർഗൈനിങ്ങിന്റെ ഒരു ആവശ്യമില്ല. അല്ല, അങ്ങനെയല്ല. ഇതിലൊക്കെ ഉള്ള ഒരു വിഷയം എന്താ പറയുക, ഞാനോട് പറഞ്ഞുതരാം. നമ്മള് ഒരു സംഗതി ഇത് പറയുമ്പോൾ ആളുകൾ ഇതൊക്കെ ചിന്തിക്കണ ആളുകൾ. 100 മോട്ടോഴ്സിൽ ഇത്ര മോഡൽ വണ്ടിക്ക് ഇത്രയാണ് വില എന്നുള്ളത്. മറ്റൊരു ഇതൊക്കെ അന്യം മാത്രമല്ല ജനങ്ങൾ കാണുക. അപ്പൊ നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സംഗതി പറഞ്ഞു കൊടുക്കുന്നത്. ബുദ്ധിമുട്ടിക്കുന്നില്ല. നോമ്പിന് നോമ്പിന് സീണം എന്തായാലും ഉണ്ടാവും. സീണുള്ളവനെ നോൽമ്പ് ഉണ്ടാവുള്ളൂ. ഒന്നും കുഴപ്പമില്ല. എന്തായാലും നമുക്ക് 6 ലക്ഷം രൂപയ്ക്ക് മുതൽ കൊടുക്കും. 6 ലക്ഷം രൂപ 12V വണ്ടി 6 ലക്ഷം രൂപ. നല്ല അടിപൊളി സിൽക്കി ഗോൾഡ് കേട്ടോ. അതുപോലെ തന്നെ ഈ 2015 അല്ലേ? പിന്നെ കിലോമീറ്ററോ? 15. ഇതിലുള്ള കിലോമീറ്റർ 1.54 ആണ്. അത് ജെനുവിൻ ആണോ അല്ലോ നമ്മൾ പറയണ്ട. എന്തായാലും 1.54. അതെ, വണ്ടി 2015 അപേക്ഷിച്ച് ഉഷാർ വണ്ടിയാ. 15 വണ്ടി G4 കിലോമീറ്റർ ഞാൻ പറഞ്ഞില്ല 1.54 ഉള്ളത് റെഡിയാണെന്ന് നമ്മൾ പറയണ്ട. വില എത്രയാ? വില നമുക്ക് 8.5 രൂപയ്ക്ക് കൊടുക്കും. 15 വണ്ടി 8.5 ലക്ഷം രൂപ. അത് എന്തെങ്കിലും കുറയുണ്ടോ? അതൊക്കെ ന്യായമായിട്ട് ഇനിയും ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ ഇവിടെ ഒരു വണ്ടി കൂടി ഉണ്ടല്ലോ, സിൽക്കി ഗോൾഡ്.
ഇത് 2012 വി വണ്ടിയാ. 12 വി പറഞ്ഞു 12 വി അത് ഒറിജിനൽ കേരള കേട്ടോ. അതാണ് അതിന്റെ പോസിറ്റീവ് എനർജി അതാണ്. ഒറിജിനൽ കേരള ആണെന്ന് പറഞ്ഞ നമ്മൾ കൊടുക്കും. ശരി, ഇതിപ്പോ റീപ്ലേസ് ഒന്നുമില്ല. റീപ്ലേസ് ചെയ്താൽ ഈ ഒരു ബോണറ്റ് മാത്രം കമ്പനിയിൽ തന്നെ മാറി പറഞ്ഞാൽ നമ്മൾ കൊടുത്താൽ അതൊന്നും വലിയൊരു സംഭവം ഉണ്ടല്ലോ. ഈ ബമ്പറും ഗ്രില്ലും മാറിയതാണല്ലോ. അത് ഓൾറെഡി പിന്നെ ടൈപ്പ് 4 നമ്മളാക്കണതാണ്. ഇതിപ്പോ നമുക്ക് എന്താ വില? ഇത് നമുക്ക് 8.5 രൂപ. കേരള വണ്ടി ആയതുകൊണ്ട് കേരള വണ്ടിയാണ്. 2012 8.5 രൂപ കിട്ടണം. എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാം. ടൈപ്പ് 3 അന്ന് വന്ന നല്ല ഇത് ടൈപ്പ് 3 എന്ന് മാത്രമല്ല ഇതിന്റെ വേറൊരു ഹൈലൈറ്റും കൂടി ഉണ്ട്. ഈ വണ്ടി പേൾ വൈറ്റ് ആണ്. ഇത് കമ്പനിയിൽ നിന്ന് തന്നെ അടിച്ചതാണ്. ഷോറൂമിൽ നിന്ന് അടിച്ചത്. അതിന്റെ ബില്ലടക്കം അവിടെ ഉണ്ട്. 12 ടൈപ്പ് 3. 12 ടൈപ്പ് 3 വി ആണ്. അതായത് എനിക്ക് എന്താ ഈ ടൈപ്പ് 3 ഭയങ്കര ക്യൂട്ടാട്ടോ. ശരിക്കും ടൈപ്പ് 4-നേക്കാളും ഓരോരുത്തർക്കും ഓരോ കമ്പാണ്. ഇപ്പൊ ചിലവർ വന്നാലും ടൈപ്പ് 4 ആക്കണം എന്നറിയും, ചിലവർ ടൈപ്പ് 3 വേണമെന്നറിയും. അതൊന്നും ഇപ്പൊ എന്താ പറയുക, അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അതെ 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 അതെ. ഇതില് സ്റ്റിയറിംഗ് കൺട്രോൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മോശമൊന്നുമില്ല, നല്ല നീറ്റ് ഇന്റീരിയർ ആണ്. ടയർ ഭാഗങ്ങളും ഓൾമോസ്റ്റ് ഫുൾ അല്ലേ? ഇത് നമുക്ക് എന്താ വില? ഇത് നമുക്ക് ഒരു 8.25 ഉറുപ്പിക കൊടുക്കാം. 8.25 ക്വാളിറ്റി ആണ്. വണ്ടിന്റെ ക്വാളിറ്റി, ഗുണമേന്മ, വിലക്കുറവ് എന്നൊക്കെ പറയല്ലോ, അതേമാതിരിയുള്ള ഒരു സംഭവമാണ് ഇതിന്റെ. ഞാൻ എപ്പോഴും പറയുന്ന ഒറ്റ കേസ്. ഇതിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്താ പറയുക, ഒറ്റ ഓണർ വണ്ടിയാണ്. 290 പ്രോപ്പർ സർവീസും ഉണ്ട്. അതെ അല്ലെ? സിംഗിൾ ഓണർ എപ്പോഴും സിംഗിൾ ഓണർ വണ്ടിയാ. അതായത് നമ്മൾ എപ്പോഴും പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, ഇപ്പൊ ഒരു 10 രൂപ കൂടുതൽ കൊടുത്താലും നല്ല വണ്ടി എടുത്തോളൂ. അല്ല, അത് അങ്ങനെ തന്നെ. പിന്നെന്താ പറയുക, ഈ ചിലവർ പറയുന്നുണ്ട് പൈസ അങ്ങനെ വെറുതെ വാങ്ങും, വണ്ടി ക്വാളിറ്റി ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് കാര്യം നമ്മളടുത്ത് എല്ലാം കൂടി ഒത്തൊരുങ്ങിയ ഒരു സംവിധാനമാണ്. വിലയും കുറവുണ്ട്, വണ്ടിയും വലിയൊരു മോശമല്ലാത്ത രീതിയിൽ നല്ല വണ്ടികൾ അല്ലേ? അപ്പൊ എന്തായാലും ഇത്രയും വണ്ടികൾ ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ മൊത്തത്തിൽ പറഞ്ഞു തന്നു. ഇനി അതിന്റെ പുറകിൽ കുറച്ച് വണ്ടി കൂടി പെട്ടെന്ന് കാണിച്ചു കൊടുത്താലേ. നമ്മള് ഇവിടെ അല്ലേ നിർത്തി, നമുക്ക് ഇതിപ്പോ ഏതാ മോഡൽ പറഞ്ഞാൽ നമ്മള് 2012 G4. 12 G4 അല്ലേ? ടയർ ഭാഗങ്ങളും അത്യാവശ്യം നല്ല നീറ്റ് വണ്ടി. 2012 അപേക്ഷിച്ച് ഇത്രയും നമ്മളെ കൊണ്ട് കയ്യുള്ളൂ. 12 അപേക്ഷിച്ച് അല്ല, ഇത്ര കയ്യുള്ളൂ. ഒരു വണ്ടി ഇത് വൃത്തിയാക്കി ചൊറുക്കാക്കി വെക്കണേന് കണക്കില്ല ജോ. അതിന് ഇന്ത്യയിലൊക്കെ നോക്കുങ്ങള്, സീറ്റൊക്കെ നോക്കിയാ പൈസേന്റെ സാധനം കേട്ടോ. അതുപോലെ തന്നെ റീപ്ലേസ് ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് ഇല്ല, മേജർ ആയിട്ടൊന്നുമില്ല. മൈനർ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. 12 വണ്ടിയില്ല ഓൾറെഡി പറഞ്ഞ മാതിരി എന്തായാലും ബമ്പറും ഗ്രില്ലൊക്കെ മാറിയതാണ്. ഒന്നും മാറിയില്ല. ശരി, ഇത് നമുക്ക് എന്താ വില? 12 വണ്ടി നമുക്ക് ഒരു 5.25 കൊടുക്കാം. 12 G4. 12 G4 ഈ സാധനം കൊടുക്കും ഞാൻ. കൊള്ളാലോ, നല്ല പ്രൈസ് ആണല്ലോ. ഇതൊക്കെ വെറും ചീപ്പ് റേറ്റ് എന്ന് പറഞ്ഞാൽ ചീപ്പ് റേറ്റ്. അതായത് ഞാൻ പറഞ്ഞില്ല, ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് നിലവിൽ ഈ 12 വണ്ടി മാർക്കറ്റിൽ വിൽക്കുന്ന വിലയേക്കാൾ നല്ല കുറഞ്ഞിട്ടുണ്ട്. 6.25 ഉറുപ്പിക കുറച്ചൊന്നും നമ്മൾ തന്നെ വിൽക്കലില്ല. ലാഭം നമുക്ക് എത്രയും വാങ്ങാലോ. എനിക്ക് പറഞ്ഞ മനസ്സിലായില്ല, ലാഭം നമുക്ക് എത്രയും വാങ്ങാം. അതെ, അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ ഒരു ആവശ്യക്കാരനാണെങ്കിൽ നമ്മളൊരു വണ്ടി കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പത്തെ നമ്മളെ. എണ്ണം കൂട്ടുക, ലാഭം കൂട്ടുക. കറക്റ്റ്, എണ്ണം കൂട്ടുക, ലാഭം കുറക്കുക. ഇത് എത്രയായിരുന്നു നമ്മൾ 12 വില? 12 നമ്മൾ 5.25 ഉറുപ്പിക. 5.25 അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു പൈസ അതിൽ കുറച്ചിട്ട് തന്നെ വെച്ചിട്ടുള്ളത്. ഇനി ഇതാണെങ്കിലോ ഗ്രേ? ഇതും 12 ആണ്, ഗ്രേ കളറ്. ചേട്ടാ 12 12ന്റെ ഒരു ബഹറ അങ്ങനെയാണ് പറയണ്ടേ. അതെ, ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഈ കാണിച്ചതിൽ ഒരുവിധം എല്ലാം 12. അതെ അതെ, ഏകദേശം വണ്ടികളൊക്കെ 12, 15, 13. അതെ, ഇതിപ്പോ എന്താ വില വരുന്നത്? ഇത് 12 ആണ്. ഇതേ സാധനം തന്നെ, ഇതിന്റെ ഗ്രേ കളർ ആണെന്നുള്ളൂ. വേറെ ജെന്യൂൻ സീറ്റ് കവറും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. ബന്ധ ഒറിജിനാലിറ്റി വണ്ടിയാണ്. ഇത് അതുപോലെ തന്നെ നമ്മൾ 5.25 ആണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കുറച്ചുകൂടി അതെ, എന്തെങ്കിലുമൊക്കെ കുറച്ച് നമുക്ക് കൊടുക്കാം. 5.65 ഇട്ടാലും വന്നിട്ട് വണ്ടിയൊക്കെ കാണുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം കുറച്ച് തരും. കമ്പനി സീറ്റാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ ഇവിടെ നല്ല അടിപൊളി ഒരു സ്കേർട്ടിംഗ് ഒക്കെ ചെയ്തൊരു വണ്ടി അല്ലേ? അതെ അതെ. ഇതിപ്പോ ഏതാ മോഡല്? ഇത് 2013 വി ആണ് അജോ. ഫ്രണ്ടിൽ സ്കേർട്ട്, ബാക്കിൽ സ്കേർട്ട്, ക്രിസ്റ്റന്റെ അലൈവില് ഫിറ്റിംഗ്സ് ഉണ്ട്. 4 പുത്തൻ ടയർ, കരുമ്പുത്തൻ ടയർ, പുതിയ ഇൻഷുറൻസ് ഒക്കെ ഉണ്ട്. അതെ അല്ലേ? അതായത് അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. സീറ്റ് കവറൊക്കെ നോക്കി നല്ല ക്ലീൻ വണ്ടി. ഇത് നമുക്ക് എന്താ വില? ഇത് നമുക്ക് 8 ഉറുപ്പിയാണ് 13 വി വണ്ടിന്റെ വില. നമുക്ക് 7.25 കൊടുക്കാം. 7.25 ഉറുപ്പിക്ക് 13 വി വണ്ടി നമ്മൾ കൊടുക്കും. നല്ല ക്ലീൻ വണ്ടിയാണ്. വണ്ടി നല്ല വണ്ടി. കാര്യം നോക്കിക്കോളാം, കിലോമീറ്റർ ഒക്കെ ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക. കിലോമീറ്റർ പറഞ്ഞ സാധനങ്ങൾ നമുക്ക് നോക്കണ്ട. ഈ കിലോമീറ്റർ ഇങ്ങനെ ഇടക്കിടക്ക് പറഞ്ഞ് പേടിപ്പിച്ചണ്ട. കിലോമീറ്റർ അല്ല, തമാശ അല്ല. ഈ കിലോമീറ്റർ പറഞ്ഞാൽ എന്താ പറയുക, എല്ലാ വണ്ടിയും 90% വണ്ടി ജെന്യൂൻ കിലോമീറ്റർ അല്ല, പ്രോപ്പർ സർവീസ് ആവില്ലെന്നുള്ളൂ. ഏത് ടയോട്ട ഷോറൂം അല്ലാതെ സർവീസും മെയിൻറ്റെയിൻ ചെയ്യാതെ ഒരു വണ്ടി നാട്ടിൽ കൊണ്ടെടുക്കാൻ കഴിയൂല. വണ്ടി കൊണ്ടെടുക്കണില്ലേ? 10,000 കിലോമീറ്റർ ആകുമ്പോൾ ഷോറൂം നല്ല പുറത്തുനിന്ന് എവിടെയെങ്കിലും ചെയ്യണല്ലേ? അതേമാതിരി എല്ലാ വണ്ടിയും ചെയ്യണം. ഇത് പറയുന്നുണ്ട്, ഇത് ആ വണ്ടി ഇങ്ങനെ നോക്കി, ഈ വണ്ടികളൊക്കെ ഓരോ ആളുകൾ, ഓരോ ശിവദാസനും, ഓരോ രമേശും, അല്ലെങ്കിൽ ഒരു ബഷീറും കബീറും കൊണ്ടുനടന്നതിന്റെ വണ്ടികളാണ്. നമ്മളെടുത്തെത്തുമ്പോൾ കച്ചവടക്കാരെ വണ്ടി എന്ന് പറയും. നമ്മളാലേക്ക് കിട്ടുമ്പോൾ കച്ചവടക്കാരാ. ഇതൊക്കെ ഓരോ വ്യക്തികൾ കൊണ്ടുനടന്നതിന്റെ വണ്ടി തന്നെ. അല്ല ഞമ്മക്കായിട്ട് ആശേരി മാനുഫാക്ചർ ചെയ്ത് തരുന്ന വണ്ടി ഒന്നല്ലത്. ഇത് 2013 G4. എന്താ വില?
13 G4 7 നമുക്ക് ഒരു 6.25 കൊടുക്കും. 6.25. ഞാൻ കിടക്കുന്നതാണെങ്കിലോ? ആ കിടക്കുന്നത് ടാസ്കിയാണ്. ടാസ്കി വേണമെങ്കിൽ അത് 2012 ആണ് കേരള വണ്ടി. 12 കേരള 12 കേരള വണ്ടിയാ. നല്ല നീറ്റാട്ടോ. 2012 പേപ്പർ ഫുൾ പക്ക അല്ലെങ്കിൽ പക്കയാക്കി കൊടുക്കും. അത് നമുക്കൊരു 7,000 രൂപയ്ക്ക് കൊടുക്കാം. 7,50,000 രൂപയ്ക്ക് 12 മോഡൽ ഇത്രയും വൃത്തിയുള്ള വണ്ടി ടാക്സി. 7,50,000 രൂപ കേട്ടോ. അതെ. അതുപോലെ തന്നെ ഇതാണെങ്കിലോ? ഇതും 12 വണ്ടിയാ. 12 അല്ലേ? നല്ല വൃത്തി ഉണ്ടല്ലോ. 12 ഇതൊക്കെ വണ്ടി ഇങ്ങനെ വൃത്തി ഇങ്ങനെ പറയണ്ടേ, ഇതൊക്കെ നല്ല ചുരുക്കുള്ള വണ്ടിയാണ്. വേറെ ഇപ്പൊ എന്താ പറയാ, ഇതിപ്പോ എന്താ ഒരു ജാതി ഒരു മതം ഒരു ദൈവം ഒക്കെ ഒരേ സാധനങ്ങളാണ്. അങ്ങനെ ഉണ്ടല്ലോ. വ്യത്യസ്ത കളറ് വ്യത്യസ്ത നിറം ഭാവം അത്രേ ഉള്ളൂ. ഇതിൽ മാറ്റങ്ങൾ വേറെ മാറ്റങ്ങളൊന്നും ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ഏതൊക്കെ വണ്ടി ഉണ്ട്, എന്തൊക്കെയാണ് വില. ഇത് 12 എന്താ വില വരുന്നത്? 12 നമുക്ക് 7 രൂപയാണ് ന്യായമായിട്ട് എന്തെങ്കിലും ചെയ്തു കൊടുക്കാം അല്ലെ. ഇനി 12 കാണിക്കാണ്ടെങ്കിൽ മാറ്റി വെക്കും. അല്ല, ഇനി 12 അല്ല, ഇത് 11 11 പേപ്പറുള്ള വണ്ടി. അത് നല്ല നീറ്റ് വണ്ടി. 11 അപേക്ഷിച്ച് നല്ല വൃത്തിയുള്ള. മുമ്പിലെ മുഴുവൻ സാധനവും മാറിയതാട്ടോ. അതെ. ഫ്രണ്ടിൽ എന്തായാലും ഫ്രണ്ടേജ് മൊത്തം മാറണല്ലോ. അപ്പോൾ അങ്ങനെ ആവുള്ളല്ലോ. മെയിൻ ഗ്ലാസ് മാറാനാണ് സാധ്യത. മെയിൻ ഗ്ലാസ് മാറിണ്ടാവും എന്തായാലും. 11 വണ്ടിയല്ലേ, മെയിൻ ഗ്ലാസ് മാറുന്നത് നല്ലതാ. ഈ 11 വണ്ടിയൊക്കെ എന്ന് പറഞ്ഞപ്പോ 2018 മാറിയിരുന്നു മെയിൻ ഗ്ലാസ്. ഈ 16 കൊല്ലായിട്ടേ ഈ ഗ്ലാസ് എന്ത് ചെയ്യുന്നുണ്ടാവും, ഇതുമുള്ള ഉച്ചും കരയൊക്കെ വന്നാണ്ട് എന്ത് ചെയ്യുന്ന പെയ്ഡ് ആവും. മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് സ്ട്രക്ചറൽ ഡാമേജ് അത്ര നമ്മൾ പറഞ്ഞാൽ മതി. അത് മതി. ഇതിപ്പോ 11 വണ്ടി എന്താ വില? 11 വണ്ടി നമുക്ക് 5,000 രൂപയ്ക്ക് കൊടുക്കാം. ബി ആട്ടോ. ബി ആണ്, ഫുൾ ഓപ്ഷൻ ആണ്, 31 വരെ പുതിയ പേപ്പറുമാണ്. എന്തെങ്കിലുമൊക്കെ കുറയാണ്ട് കുറച്ച് കൊടുക്കും. ന്യായമായിട്ടാണ് പറഞ്ഞ പോലെ. ന്യായക്കേട് നമ്മൾ ഇതിൽ ആരോടും പറയില്ല. ശരി. ഇനി ഇതാണെങ്കിലോ? ഇത് 2015 വണ്ടിയാ. 15 G4. അത്യാവശ്യം നല്ല നീറ്റ് ഉണ്ട്. 15 G4 സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ സ്കേർട്ടുകൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഉണ്ട്. പിന്നെ അപാകതയൊന്നുമില്ലല്ലോ? അല്ല, അപാകതകളൊന്നും പറയാനൊന്നുമില്ല, മേജർ ആയിട്ടൊന്നുമില്ല. പിന്നെ എന്താ പറയുക, ഈ 10-15 കൊല്ലായ വണ്ടിക്ക് ചെറിയ മൈനർ ഒരു ബമ്പർ മാറി ഒരു ലൈറ്റ് മാറി ഇതൊക്കെ സ്വാഭാവിക സർവ്വസാധാരണ. ഒരു 0 ക്ലെയിം വണ്ടി എന്നൊക്കെ പറഞ്ഞാൽ വെറുതെ നമ്മൾ എന്തെങ്കിലും വെറുതെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. 10-15 കൊല്ലം ഓടുമ്പോൾ ഈ ലൈറ്റ് എന്തായാലും മാറി നനക്കും അറിയാം, എനിക്കും അറിയാം. 13 കൊല്ലമായിട്ട് ഈ വണ്ടിന്റെ ലൈറ്റ് ഇത്ര നിറം ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടല്ലോ. ഈ ഗ്രില്ല് എന്തായാലും പുതിയത് വെച്ചതാണ്, ബ്ലാക്ക്. ഇത് കണ്ടില്ല. അങ്ങനെ ഓരോ സാധനം നമ്മൾ മാറും, സർവ്വസാധാരണ സംഗതികളാണ്. മേജർ ആയിട്ട് ചേസിന് പണി അപ്രോണ് പണി ഇതൊക്കെ ഒരു കംപ്ലൈന്റ് ആണ്. സ്ട്രക്ചറൽ ഡാമേജ് എനിക്ക് കൂടുതൽ ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ട് ഞാനത് പറയില്ല. അതായത് മേജർ കേസുകൾ ഉണ്ടെങ്കിൽ എഞ്ചിൻ ഗിയർ ബോക്സ് കാര്യങ്ങൾ അതൊക്കെ ഉണ്ടെങ്കിൽ പരിപൂർണ്ണ ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുക്കും. 15 എന്താ വില? 15 നമ്മൾ 9 റുപ്യൊക്കെ ചോദിച്ചാൽ വേണ്ടി 8,000 കൊടുക്കാം. 8,000 കൊടുക്കാം അല്ലേ? ഒക്കെ നിങ്ങൾ വരിക, വന്നിട്ട് നോക്കി കണ്ട് സംസാരിക്കുമ്പോ ഇനിയും കുറെയൊക്കെ ചെയ്യും. അതെ. ഇതാണെങ്കിലോ? ഇത് 12 വി തന്നെ. ക്രിസ്റ്റയുടെ വീലൊക്കെ ചെയ്തിട്ടുണ്ട്. ക്രിസ്റ്റന്റെ വീലൊക്കെ 15 വീലും ടയറൊക്കെ ഉള്ള വണ്ടി. 12 കാണിക്കൂലെന്ന് പറഞ്ഞിട്ട്? അല്ല, അങ്ങനെയല്ല. ഇതിപ്പോ ഞാനിപ്പോ ഏതാന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു തരുന്നതാണ്. ശരി. ഇതൊക്കെ അത്യാവശ്യം നല്ല നീറ്റാട്ടോ വണ്ടി. വില ഒന്ന് പറഞ്ഞാൽ 12 വി നമുക്ക് 6,400 രൂപയ്ക്ക് കൊടുക്കും. 6,400. ഓരോന്നിനും ചെറിയ ചെറിയ പ്രൈസിന് ഡിഫറൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും അതുണ്ടാവും. അതൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ വാങ്ങണേനും വിൽക്കണേനും. ഇപ്പൊ ഒരു വണ്ടിമ്മ ടയർ ഇല്ല. ആ ടയർ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, മിനിമം എന്താവും 20,000 4 ടയർ ഇട്ടാ പൈസ വില കൂടിയില്ലേ? ഒരു വണ്ടിക്ക് ഇൻഷുറൻസ് 10-13,000 ഇൻഷുറൻസ് നമ്മൾ എടുത്തോളൂ, വില കൂടൂലേ? അപ്പൊ അങ്ങനെ നമ്മളൊരു വണ്ടിന്റെ പർച്ചേസിംഗിൽ നമ്മൾ പിന്നെ വേലിയേറ്റം വേലിയിറക്കം എന്നൊക്കെ പറയുമല്ലോ, ആ സംഭവമാണ് ഇതിലുണ്ടാകുക. നല്ല കുളിച്ച് കണ്ണെഴുതി പൊട്ടൊക്കെ തൊട്ട് അല്ലേ? 15 വി വണ്ടി. 15 വി ആണ്. 40,000 രൂപ വിലയാട്ടോ. അതന്നെ സംഭവം. അതെ. പിന്നെ വീല് ചെയ്തിട്ടുണ്ട് 15 സെഡ് ആയത്. അല്ല, 15 വി ആണ്. പിന്നെ ഡയമണ്ട് കട്ട് വീല് കമ്പനി വരുന്നതാണ്. പിന്നെ ഹെഡ്ലൈറ്റ്, ഗ്രില്ല്, ഫ്രണ്ട് സ്കേർട്ട്, ബാക്ക് സ്കേർട്ട്, നല്ല സീറ്റ് കവർ, കംപ്ലീറ്റ് പോളിഷിങ്, നല്ല തിളങ്ങി നിൽക്കുന്നുണ്ട്. ഉണ്ട്. G4 അല്ല, 15 വി ആണ്. ശരി. എന്താ വില? 15 വി 9,000 റുപ്യ. നമുക്കൊരു 9,400 റുപ്യ 9 റുപ്യ കൊടുക്കാം. 9 റുപ്യ കൊടുക്കും. 15 വി വണ്ടി 9 ലക്ഷം റുപ്യ കൊടുക്കാം. കൊടുത്തു വിടുക. അല്ല അപ്പൊ എന്താ സംഗതി പണി നടക്കട്ടെ ജോ. ഇതും അതുപോലെ തന്നെ 15 വി തന്നെ. 15 വി ആണ്. പിന്നെ ക്രിസ്റ്റന്റെ വീല് പിന്നെ 16 വീലുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അഡീഷണൽ ഒന്ന് പൊന്തിയില്ലേ? അത് പുറപ്പന്നല്ല. അതിപ്പോ ഈലുള്ള ചെരുപ്പിട്ട് ഒന്ന് പൊന്തൂല. ആ കണ്ടീഷൻ മറ്റേതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേ ഫീൽ വരുന്നില്ല. റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ. മേജർ ആയിട്ടുള്ള ഒരു കേസും ഇല്ല. അങ്ങനെ റീപ്ലേസ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞാൽ മുസാഫും കച്ചവടം നല്ല കുറച്ചൊക്കെ ഉണ്ടാവും. ചിലതൊക്കെ പറഞ്ഞ മനസ്സിലായില്ലേ? അതൊക്കെ ഉണ്ടാവും. ഇത് വില എത്ര ഉണ്ട്? വില നമുക്ക് 9 റുപ്യക്ക് ഇതും കൊടുക്കാം. 9 ലക്ഷം. 500 തരാണെങ്കിൽ ഞാൻ ഈ മുതൽ കൊടുക്കും. അങ്ങനെയൊക്കെ പാടെ പറഞ്ഞാൽ എന്നെ കുഴക്കരുത്. ചിലതൊക്കെ എന്താ ഈ സംവിധാനം മുന്നോട്ട് പോകണം. അതാണല്ലോ നമ്മൾ വേണ്ടത്. നമുക്കിപ്പോ എത്രക്കും തൊള്ളി തോന്നിയ മാതിരി എത്രക്കും കൊടുക്കാം. അതുകൊണ്ട് കാര്യമില്ല. അടുത്ത വീഡിയോ ചെയ്യാൻ ജിഞ്ചിന്റെ ഇവിടെ കാണൂല. പറഞ്ഞ മനസ്സിലായോ? അതാണ് എന്തായാലും ഇപ്പൊ നമ്മള് ഇന്നിപ്പോ എന്തൊക്കെ പറഞ്ഞാലും എങ്ങനെയൊക്കെ പറഞ്ഞാലും ഇന്ന് ഈ കാണിച്ച വണ്ടികളൊക്കെ നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ബെസ്റ്റ് പ്രൈസ്.
ഉറപ്പല്ലേ? 100%. അതാണ് 100%. ഇതൊക്കെ എന്താ പറയുക, ഡീലർമാർ എടുക്കുന്ന പ്രൈസിലാണ് ഇപ്പൊ ഇന്നത്തെ വിലക്ക് നമ്മൾ പറഞ്ഞത്. ശരിക്കും നമ്മൾക്ക് എടുക്കുന്ന വിലയാണ് ഇത്. ആണ്. എന്നാ നമുക്ക് ഒരു 2-3 ചെറുവണ്ടി കൂടി ഉണ്ട്, അതും കൂടി കാണിച്ചു. അതെ. അപ്പൊ എന്തായാലും ഈ കിടക്കുന്ന ഒരു 3-4 വണ്ടി ചെറുവണ്ടികളും കൂടി കാണിച്ചു തന്നിട്ട് നമുക്ക് ഈ വീഡിയോ അങ്ങ് അവസാനിപ്പിക്കാം. ഇക്ക ഈ റിറ്റ്സ് ഇപ്പൊ ഏതാ മോഡല്? 2012 റിഡ്സ് VDI 12 VDI ആണ്. കിലോമീറ്റർ ഒന്നും പറയുന്നില്ല. ഇതിലുള്ള കിലോമീറ്റർ 1,80,000 കിലോമീറ്റർ. അവർ പക്ഷേ റെഡി ആകാൻ സാധ്യതയുണ്ട്. അത്രയും ഓടാൻ കഴിയൂലല്ലോ ഒരു മനുഷ്യന്. കണക്കില്ലേ, തിരിക്കുകയാണെങ്കിൽ കുറച്ച് കുറച്ചാ പോലെ. അതെ. ഏകദേശം ജെനുവിനായിരിക്കും. അതെ. പിന്നെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് അങ്ങനത്തെ മേജർ ആയിട്ടുള്ള ഒരു കേസുകളും ഇല്ല. വിലയാണ് മിഡിൽ ഓപ്ഷൻ ആണ്. പക്ഷെ വണ്ടി കാണാൻ അത്യാവശ്യം നല്ല വണ്ടി 12 അപേക്ഷിച്ച് നല്ല ഉഷാറ് വണ്ടിയാ. ശരി, വിലയോ? വില നമ്മൾ ഒറ്റ വില പറഞ്ഞുള്ളൂ. ഇതിന് 2.5 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. 2.5 രൂപ ഇച്ചിരി കൂടുതലാണോ? എന്നുവെച്ചാൽ ഒരു 10 രൂപ കുറച്ചാടി അല്ല. അപ്പൊ എന്താ ചെയ്യാൻ, എനിക്ക് അങ്ങനെ കൂടുതൽ തോന്നുന്നുണ്ടെങ്കിൽ പത്ത് പണി അതെല്ലാം ഇപ്പൊ നമുക്ക് ചെയ്യാനുള്ളൂ. 2,50,000 രൂപ റേഞ്ചിൽ വണ്ടി മോശമൊന്നുമില്ലല്ലോ, പക്കല്ലേ റണ്ണിംഗ് ഒക്കെ? വണ്ടി നല്ല കണ്ടീഷനാണ്. ഇതൊക്കെ നമ്മളെന്താ പറയുക, ഈ വണ്ടിക്ക് ചില്ലറ സസ്പെൻഷൻ പണിയൊക്കെ ഉണ്ടതിനൊക്കെ ഞാൻ എടുത്തു വെച്ചതാ. അതൊക്കെ ചെയ്ത് വെച്ചെങ്കിൽ ആൾക്കാർക്ക് വണ്ടി പറ്റുള്ളൂ. ഇപ്പൊ പഴയ കാലൊന്നും അല്ല. അടുത്തത് നല്ല അടിപൊളി ഒരു സ്വിഫ്റ്റ് ആണ്. ഇതൊരു ചായക്കായിന്റെ സ്വിഫ്റ്റ്. വെറുതെ അല്ല, അതിന് അങ്ങനെയല്ല. ഇതുള്ള നമ്മൾ പറയണ്ട ഉള്ള സംഗതി. ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താ പറയുക, 2031 വരെ ഈ വണ്ടി ഇന്ത്യപ്പാട്ട് ഓടി ഇങ്ങനെ കൊണ്ടെടുക്കാം. പുതിയ പേപ്പർ ഞാൻ എടുത്തത്. അപ്പൊ അതായത് 2006 2006 6, 10, 16, 5, 21, 5, 26 കറക്റ്റ്. അത് തന്നെ മോഡൽ. 31 വരെ പുതിയ പേപ്പർ. 31 വരെ പുതിയ പേപ്പർ ഉണ്ട്. VXI അല്ലേ? പുതിയ ടാക്സ്, പുതിയ ഇൻഷൂർ, പുതിയ റിന്യൂവൽ ഒക്കെ ഇതിലുണ്ട്. പെട്രോൾ ആണ്, മിഡിൽ ഓപ്ഷൻ ആണ്, ഫോർവേഡ് പവർ വിൻഡ് ഉൾപ്പെടെ വരുന്ന വണ്ടിയാണ്. എല്ലാ വർക്ക് ഇതിന്റെ ഒക്കെ ഹെഡ്ലൈറ്റ് നോക്കിയാ എന്തോ ഒരു ചൊറുക്കാർ. അങ്ങനെ തന്നെയാണ് റിന്യൂവൽ എടുത്താണ്ടേ. അതെ. പക്ഷെ വേറൊരു കേസ് ഉണ്ടോ, ഇത് തരുന്ന വിലക്ക് അല്ലേ അല്ല, അതങ്ങനെ തന്നെ. ഇതൊക്കെ ശരിക്കും തരാം. നമ്മളൊരു പോപ്പിക്കോടന്റെ വിലക്കായി വണ്ടി ഞാൻ തരാൻ പോണ്. ശരി, ഇതിപ്പോ വില പറയും. ഒറ്റ വില ഇത് പറയുള്ളൂ. ഇതൊന്നും ബാർഗൻ ചെയ്യരുത്. 95,000 രൂപയ്ക്ക് ഈ വണ്ടി ഞാൻ തരും. വെറും 95,000 രൂപ. വെറും 95 രൂപ. 31 വരെ പേപ്പർ ഉണ്ട്. 31 വരെ പേപ്പറുള്ള VXI വണ്ടി. അടിപൊളി അല്ലേ? അടിപൊളിയാണോ അല്ലെന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കൊടുക്കും. ഇതൊക്കെ എന്താ പറയുക, ഈ വലിപ്പത്തിലുള്ള ഇരുമ്പിന്റെ ഒരു ആട്ടും കൂടെ ഉണ്ടാക്കണമെങ്കിൽ കായ്ക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. നമ്മൾ അതാണ് ചിന്തിക്കേണ്ടത്. ഞാൻ തമാശ പറഞ്ഞിട്ടോ, ഈ വലിപ്പത്തില് നമ്മളെന്താ ആളുകൾ ചിലപ്പോൾ കമന്റ് ഒക്കെ വിടാമെന്ന് നോക്കണ്ട. അല്ല, വേറെ കേസ് ഉണ്ട്. ഇപ്പൊ 95,000 രൂപ എന്ന് പറഞ്ഞാല് ഈ ഒരു മുതൽ ഉപയോഗിച്ച് കൊണ്ടുനടക്കാൻ. പിന്നെന്താ പറയുക, ഇതൊക്കെ വെറുതെ ഈ വീഡിയോയിൽ നമ്മൾ പ്രത്യേകം പറഞ്ഞാൽ അതൊക്കെ പെരുന്നാളിന് മുന്നേ നാളെ തൊട്ട് ആൾക്കാർ ഇടിച്ച് കയറും കേട്ടോ. എനിക്കറിയാം ഒരാൾക്ക് ഈ വണ്ടി കൊടുക്കാൻ കഴിയുള്ളൂ. എത്ര ആൾ വന്ന് തിരക്കിയിട്ടും ഒരാൾക്ക് ഞാൻ ഈ മുതൽ കൊടുക്കുള്ളൂ. നമ്മൾ 100 മോട്ടോഴ്സിന്റെ Instagram പേജ് ഉണ്ടാവും. അതിൽ ഇതിന് ഡെലിവറിന്റെ വീഡിയോ ഉണ്ടാവും. ഞാനതല്ല ആലോചിക്കുന്നത്. ഇതിപ്പോ അത്യാവശ്യം ഒരു ബൈക്കിന് പകരം ഇപ്പൊ നമുക്ക് എനിക്കാണെങ്കിൽ എടുത്ത് ഉപയോഗിച്ചൂടെ? ഒന്നില്ലെങ്കിൽ 5 ആക്കി യാത്ര ചെയ്തൂടെ. എന്താ പൈമലൊക്കെ വരാനുള്ളത്? അതെ, അത് നമുക്കൊന്ന് ആലോചിക്കാം. അപ്പൊ എന്തായാലും എടുക്കുകയാണെങ്കിൽ ഞാൻ പറയാം. അല്ല, അനക്കുവാണെങ്കിൽ അനക്കും തരും, ആർക്കും തരും. ഒറ്റ വണ്ടികളെ നമ്മളെടുത്തുള്ളൂ, അവരാക്കി തരുള്ളൂ. അടുത്തത് ഈ പറഞ്ഞ പോലെ ഒരു ഇന്നോവന്റെ എന്താ പറയാ, എല്ലാ ഉപയോഗവും നടക്കുന്ന സാധനം അല്ലേ? ഇന്നോവന്റെ എല്ലാ ഉപയോഗം നടത്താൻ പറ്റിയ, അതുപോലെ തന്നെ ഒരു 7 സീറ്റ് അല്ലെങ്കിൽ 8 സീറ്റ് വണ്ടി. അങ്ങനെ വേറൊരു കാര്യമുണ്ട്. അത്യാവശ്യം ട്രാവൽ ബ്ലോക്ക് പരിപാടികളൊക്കെ ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ ഒരു കാരവാനും. ഇത് ഭയങ്കര രസമുണ്ട് യാത്രക്ക്. ഞാൻ ഈ വണ്ടി ജീവിതത്തിൽ ഫസ്റ്റ് ആയിട്ട് ഓടിച്ചു നോക്കുക. നിസാന്റെ ഇവാലി ആണല്ലോ ഇത്. പക്ഷെ ഇത് മുന്നിൽ ഇങ്ങനെ കുത്തിർന്നുണ്ടല്ലോ, നമ്മളെ ട്രാവലറിലൊക്കെ കുത്തിർക്കണ ഒരു വൈബ് ഉണ്ട്. അത് നല്ല വലിപ്പമുണ്ടല്ലോ. ഉണ്ട്. ഇത് മോഡൽ ഏതാ? ഇത് 2014 വണ്ടി. 14 അല്ലേ? 14 ഡീസലാണ്. 14 ഡീസലാണ്. പിന്നെ എക്സൽ ഒറ്റ ഓണർഷിപ്പ് ഉള്ള വണ്ടി. സിംഗിൾ ഓണറോ? സിംഗിൾ ഓണർ വണ്ടി. അടിപൊളി. അതൊക്കെ വളരെ റെയർ അല്ലേ? ഇത് വേറെ ഇത് വാങ്ങിയ ഓണറെ കൈക്ക് നമുക്ക് മൂപ്പർക്ക് നമ്മൾ ക്രിസ്റ്റ കൊടുത്ത് ഇത് കൂടെ വാങ്ങി വെച്ചു. ഹെഡ്ലൈറ്റ് രണ്ടും പോളിഷ് നമുക്ക് ചെയ്തു കൊടുക്കാം. അടിപൊളി. പിന്നെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് മേജർ ആയിട്ടുള്ള കേസുകൾ ഒന്നും കിലോമീറ്റർ 2ന്റെ ഉള്ളിലേറ്റേക്കണം. 1,90,000 ഓടിക്കണം. ഇത് നിസാന്റെ സണ്ണി മൈക്ര ഈ സാധനമൊക്കെ ഒരേ എഞ്ചിനാണ്. അതുമൊന്നും ഒരു ഒരിക്കും വരാല്ല. വില എത്രക്ക് കൊടുക്കും? വില നമ്മൾ ഒരൊറ്റ വില ഇത് പറയുള്ളൂ. 3 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 3 ലക്ഷം രൂപ കുറയോ? കുറച്ചുള്ള വില ഒറ്റ വില പറയണം. ഇഞ്ഞാൽ കുറവുണ്ടാവില്ല. 2,90,000 രൂപ. 3 വട്ടം, 1 തരം 2 തരം 3 തരം തന്നെ. അതന്നെ അതിന്റെ വില. കൂടുതലൊന്നും പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയ വണ്ടിയല്ലേ. വലിപ്പമുള്ള ഒരു മുതലല്ലേ ഭയ ഒന്നില്ലെങ്കിൽ 10 ആക്കി യാത്ര ചെയ്യാം. 2,90,000 ഈ സാധനം എടുത്തോളൂ. ഇത്രയും വലിയ വണ്ടി അല്ലേ? അതുപോലെ തന്നെ അവിടെ പുറകിൽ ഒരു ഇത് കിടക്കണ്ടല്ലോ. അത് വാഗണർ. 2011 വാഗണർ. 11 ഇത്. പിന്നെ പേപ്പർ എടുത്തോ? 11 ഈ കൊല്ലം 10ാം മാസം വരെ പേപ്പർ. എന്ത് വില കൊടുക്കും? ഇത് നമുക്ക് ഒരൊറ്റ വില പറഞ്ഞാൽ ഇതിന് 150 രൂപ കൊടുക്കാം. 3.5 ലക്ഷം രൂപയ്ക്ക് 2011. അതെ. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്വിഫ്റ്റ് ഉണ്ടല്ലോ. 2011 ZDI സ്വിഫ്റ്റ്. 11 ഈ ഷേപ്പിലെ ഫസ്റ്റ് വണ്ടി. അതെ. പിന്നെ അതൊക്കെ ഉണ്ട്. ചെറിയ കുറ്റങ്ങളും കുറവുകളൊക്കെ 11 ഫുൾ ഓപ്ഷൻ. അതെ. അതെന്താ പറയുക, ചെറിയ കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ട്. ഒരു ആവറേജ് വണ്ടി. വലിയ ഹൈ ആണ്, വൈബാണെന്നൊന്നും പറയണ്ട ആരോടും. ഡിസൈറിന്റെ ഹെഡ്ലൈറ്റ് ഒക്കെ ചെയ്താൽ അതൊക്കെ ഉണ്ട്. എന്താ വില? ഇത് ഒരൊറ്റ വില പറയുള്ളൂ. 225 രൂപ 3 വട്ടം. 2,25,000 രൂപയ്ക്ക് ഈ മുതലും കൊടുക്കും. 2011 ZDI സ്വിഫ്റ്റ് ആയിട്ടാണ് കൊടുക്കണം. അത് ഡീസൽ വണ്ടിയാണ്. ഡീസൽ. അതെ. 2.5 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് റിറ്റ്സ് കിട്ടും. 2,20 അത് കിട്ടും.
95 ഇതും കിട്ടും. ഓക്കെ, അപ്പം എന്തായാലും ഇത് മോശമൊന്നുമില്ല. ആർക്കെങ്കിലും വേണം നോക്കിക്കോ. വളരെ വിലക്കുറവിൽ ഇതാ കുറച്ച് വണ്ടികൾ ഇവിടെ ഉണ്ട്. എന്നാൽ പിന്നെ വൈൻഡപ്പ് ചെയ്യാം. അപ്പം എന്തായാലും കുറേ സമയം കൊണ്ട് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ ടൊയോട്ടയുടെ വണ്ടി വേണ്ടവർ വരിക അല്ലേ, വരിക, വന്ന് നോക്കുക, ഇഷ്ടപ്പെട്ടാൽ കൊണ്ടുപോകുക, അത്രേ ഉള്ളൂ. മാക്സിമം വില കുറച്ച് നല്ല വണ്ടിയെ തരുള്ളൂ, അത് ഗ്യാരണ്ടിയാണ്. അപ്പം എന്തായാലും ഒരുപാട് സമയം ആയതുകൊണ്ട് തന്നെ നമുക്ക് വേഗം വൈൻഡപ്പ് ചെയ്യാം. നല്ലത്. അപ്പൊ എല്ലാവരും പുറത്തുള്ള സുഹൃത്തുക്കൾ എല്ലാവരും സേഫ് ആയിരിക്കുക അല്ലെ, ഈ ഒരു സാഹചര്യം കടന്നു പോകുന്നവരെ. ഒക്കെ പഠിച്ചോന്ന് പറഞ്ഞ ആള് മുകളിലുണ്ടല്ലോ, കണക്കൂട്ടലുണ്ട് ഇതിലൊക്കെ. നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, അങ്ങനെ ഉണ്ടല്ലോ. ഞാൻ ഈ സമയത്ത് ഇന്ന് ഇവിടെ കൂടണമെന്ന് പഠിച്ചോന്റെ കണക്ക് കൂട്ടല. അത് ഏത് ജാതിയാലും അതായാലും എല്ലാവർക്കും ഒരു വിശ്വാസങ്ങളുണ്ടല്ലോ. അപ്പൊ ഒക്കെ റെഡിയാവും. ഇതൊക്കെ എല്ലാ സംഗതികളിലും പറഞ്ഞ സംഗതികളാണ് ഇപ്പൊ ഈ പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഖുർആനാവട്ടെ, ബൈബിൾ ആവട്ടെ, ഭഗവത്ഗീത ആട്ടെ, ഇതിലൊക്കെ പറഞ്ഞ രാമായണത്തിലൊക്കെ പറഞ്ഞ സംഗതികൾ. അതായത് ഈ ലോകം ഉണ്ടായിട്ട് ലോകം അവസാനിക്കുന്നത് വരെയുള്ള എല്ലാ ചരിത്ര സംഭവം, പിന്നെ വിപുലമായ എല്ലാ സംഭവങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിലൊക്കെ പ്രതിപാദിച്ചിട്ടുണ്ട്. ആ സംഗതി നടന്നുകൊണ്ടിരിക്കുകയാണ്, അത്രേ ഉള്ളൂ. അപ്പോ ഒറ്റ കാര്യം പറയാനുള്ളൂ, പിന്നെ നല്ല വണ്ടികളൊക്കെ നോക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വരിക, വന്ന് നോക്കുക. ഇപ്പൊ പറഞ്ഞ പോലെ കുറയ്ക്കാനുള്ള മാക്സിമം കുറച്ച് തരും. നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഒരു വണ്ടി എടുത്തോണ്ട് പോകാൻ വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും അല്ലേ. അപ്പൊ എന്തായാലും ലൊക്കേഷൻ പറഞ്ഞില്ലേ, ആദ്യം പറഞ്ഞു പറഞ്ഞു. ലൊക്കേഷൻ പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ വെള്ളോമ്പറത്ത് മോങ്ങത്തിന്റെ സെന്ററിൽ വെള്ളോമ്പറം തന്നെ പറയാം, നിയർ ഡെലീസിയ ഹോട്ടലിന്റെ അടുത്ത്, നിയർ നൂർ മോട്ടോഴ്സ്, അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി. അതാണ്. അടുത്തൊരു കിലോ വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.